എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ജാനുവരി 26 വെള്ളിയാഴ്ച മകരം 12-ാം തീയതിയാണ് നമ്മുടെ തൈപ്പൂയം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസവും തൈപ്പൂയം തന്നെയാണ്. അപ്പോൾ ആ തൈപ്പൂയത്തിന് എന്തൊക്കെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മുടെ ദോഷങ്ങൾ ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതി ലഭിക്കുക, നമുക്ക് സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നേടാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വഴിപാടിൽ തന്നെ എടുക്കാം. എല്ലാവർക്കും ഒരു ആവശ്യമായ ഒരു കാര്യമാണ് സാമ്പത്തികം ഇല്ലെങ്കിൽ സാമ്പത്തിക ലാഭം. ഒത്തിരി ഭക്തജനങ്ങൾ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികം എത്ര കിട്ടിയാലും അത് തികയാതിരിക്കുക, ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് 50,000 രൂപ സാലറി കിട്ടിയിട്ട് ആ സാലറി കിട്ടുന്ന ദിവസം തന്നെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ വരിക, ഇല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും ഒരു കാര്യം മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് മേടിക്കാതെ നമ്മൾ അനാവശ്യമായ ചെലവുകളിലേക്ക് സാമ്പത്തികം പോകും. അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങൾ വരാതിരിക്കുമ്പോഴേക്കും സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈപ്പൂയ ദിവസം താമരമാല കൊടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടാം. എന്താണ് താമരമാല? അപ്പോൾ താമരമാല കൊടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി. അപ്പോൾ താമരമാല നമ്മൾ തലേ ദിവസം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം അന്ന് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം തൈപ്പൂയ ദിവസം അറിയില്ല, എല്ലാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനും ഭയങ്കര തിരക്കും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ തിരുമേനിയോട് ചെന്ന് പറയണം, താമരമാലയുണ്ട്, അത് രാവിലെ ഭഗവാന് ചാർത്താനാന്ന് പറയണം. അപ്പോൾ തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, താമരമാല മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു 7 വലത്ത്, തലേദിവസം അധികം തിരക്ക് കാണത്തില്ല, അപ്പം തലേദിവസം വൈകുന്നേരം പോയിട്ട് 7 വലത്ത് വെച്ച് ഈ താമരമാല ഭഗവാന്റെ നടയെ കൊണ്ട് വെക്കുക. അപ്പോൾ തിരുമേനിയോട് പറയണത് നാളത്തേക്കുള്ള മാലയാണ്, ചാർത്താൻ പറയണം. എന്തായാലും താമരമാലയായതുകൊണ്ട് തിരുമേനി അഭിഷേകമൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ഉടയടയൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞ് അത് തീർച്ചയായിട്ടും അത് ചാർത്തിയിരിക്കും. അത് അന്ന് ഭക്തജനങ്ങൾ അന്ന് പോകാൻ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു തൊഴുത് നമ്മുടെ കാര്യം ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ വലത്ത് വെക്കുന്ന കൂട്ടത്തിൽ ഭഗവാൻ എനിക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ നോക്കണം, എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കണം, പുതിയ പുതിയ ജോലികൾക്കുള്ള ഓഫറുകളും പ്രമോഷനും കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് വേണം ഈ ഒരു കാര്യം വെക്കാൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉത്തമമായിട്ടാണ് ചൊവ്വാദോഷം കൊണ്ട് ഈ പറയുന്ന മംഗല തടസ്സം നേരിടുക. ഇല്ലെങ്കിൽ വിവാഹം എത്ര നമ്മൾ പെണ്ണ് പോയി കണ്ടാലും, ഇല്ലെങ്കിൽ എന്താ പറയുക, ഒത്തിരി വഴിപാടുകളൊക്കെ ചെയ്തിട്ട് വിവാഹം വരുന്നുണ്ട്, പക്ഷേ സമയമാകുമ്പം എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോകുന്നു ഇല്ലെങ്കിൽ മാറിപ്പോകുന്നു. അതിന് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യന് ഭഗവാന് വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ഒരു നാരങ്ങമാല കോർത്ത് ഇതും ഈ പറയുന്ന പോലെ തലേദിവസം കൊണ്ട് കൊടുക്കുവാണെങ്കിൽ തിരുമേനി അത് ചാർത്തും. അപ്പോൾ അതിന് നമ്മൾ 7 വലത്താണ് ഇടുന്നത്. നമ്മുടെ കാര്യം പറയുക, എനിക്ക് വിവാഹ തടസ്സമാണ്, അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അത് 7 വലത്ത് വെച്ച് നമുക്കത് നടക്കി വെക്കാം. അപ്പോൾ ആ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ ഭഗവാൻ അത് തീർച്ചയായിട്ടും മാറ്റിത്തരും. കാരണം നാരങ്ങമാല ആയതുകൊണ്ട് അന്ന് ചില ഭക്തർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, തൈപ്പൂയത്തിൻ്റെ അന്നല്ലേ വെക്കേണ്ടത്. അത് ഞാൻ പറയുന്നത്, തൈപ്പൂയത്തിൻ്റെ അന്ന് ഒത്തിരി മാലകളാകുമ്പോഴത്തേക്ക് ഭഗവാന്റെ ദേഹത്ത് ചാർത്തത്തില്ല, കാരണം പീഠത്തിൽ അത് വെക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു വിഷമമുണ്ട്, അയ്യോ ഭഗവാന്റെ ദേഹത്ത് ഈ മാല ചാർത്തി എനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയാണ് തലേ ദിവസം തിരുമേനിയെ കണ്ട് പറയുവാണെങ്കിൽ തിരുമേനി അത് ഉടയാട് ഉടുപ്പിക്കുന്ന സമയത്തിന് നമ്മളെ കൊണ്ട് കൊടുത്ത നാരങ്ങമാല തീർച്ചയായിട്ടും ചാർത്തും. അപ്പോൾ വയസ്സനുസരിച്ച് വേണം ഈ നാരങ്ങ കോർക്കാൻ. പിന്നെ നാരങ്ങമാല എല്ലാവരും കോർക്കുമ്പം പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം, കട്ടിയുള്ള നൂലായിരിക്കണം, സൂചി കൊണ്ട് വേണം ഇത് കോർക്കാൻ. ഒരു നൂലെടുത്തിട്ട് 2 ആക്കി ഇടുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങമാല കോർക്കുമ്പോൾ. നാരങ്ങമാലയുടെ കാര്യം എല്ലാവർക്കും ഡൗട്ടുകൾ തീർന്ന് അടുത്തത് നമ്മൾക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ആശുപത്രികളിൽ കയറി ഇറങ്ങിയാലും ഡോക്ടർ രോഗമില്ലെന്ന് പറയുക. പിന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണങ്ങൾ, നെഗറ്റീവ് എനർജി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ അന്ന് തന്നെ, അത് തലേദിവസം ചെയ്യേണ്ട കാര്യങ്ങളല്ല, അന്ന് തന്നെ നമ്മളൊരു ആൾരൂപം മേടിക്കുക. വെള്ളിയുടെ ഒരു ആൾരൂപം, വെള്ളിയുടെ ഒരു വേല് മേടിച്ചിട്ട് നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഭഗവാന്റെ നടക്കി വെക്കുക. ഇത് 21 വലത്ത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേലെടുത്തിട്ട് ഭഗവാന്റെ നേരെ നിൽക്കുക. നേരെ നിന്നിട്ട് ഈ വേലെടുത്തിട്ട് ഒരു 7 തവണ ഒഴിയുക, 7 തവണ. അതുപോലെ തന്നെ ആൾരൂപം നെറ്റിയിൽ വെക്കുക. നെറ്റിയിൽ വെച്ചിട്ട് ഓം ശരവണഭവ, ഓം ശരവണഭവ, എന്നെ ബാധിച്ചിരിക്കുന്ന ശരീരത്തിലെ ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, രോഗദോഷങ്ങൾ, സമയദോഷങ്ങളും എല്ലാ അരിഷ്ടങ്ങളും പൂർണ്ണമായിട്ട് ഭഗവാൻ മാറ്റിത്തരണമെന്ന് നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസം പോലെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, 7 തവണ വെച്ചിട്ട് ഇതൊരു തൂഷനിലേക്കകത്തിട്ട് ഒരു 21 വലത്ത് വെച്ചിട്ട് ഭഗവാന്റെ നടക്കി വെക്കുക. അപ്പോൾ തിരുമേനിയുടെ ഇത് കാര്യം പറയുക, അത് നമുക്ക് തൈപ്പൂയത്തിൻ്റെ അന്ന് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ബാധിക്കുന്ന ശരീരത്തിൽ നെഗറ്റീവ് എനർജി, ഈ രോഗങ്ങൾ, ശത്രുദോഷങ്ങൾ, തടസ്സങ്ങൾ, അതായത് നമ്മൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഇവിടെ പോയാലും നമുക്ക് ജോലി ചെയ്യാൻ മടി, അങ്ങനെയുള്ള നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജി, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം ചെയ്യുമെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ
പ്രശ്നങ്ങളും ദാമ്പത്യ തടസ്സങ്ങളും ഇല്ലെങ്കിൽ വഴക്ക് കലഹങ്ങൾ, അതായത് സന്തോഷമായിട്ട് ഇരുന്ന ഒരു കുടുംബം എപ്പോഴും അവിടുത്തെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥി എപ്പോഴും വഴക്കുകളുണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ആ ഒരു ദാമ്പത്യ കലഹം മാറാൻ വേണ്ടി ഭഗവാന് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ പറയുന്ന പോലെ റോസാപ്പൂമാല ഭാര്യയും ഭർത്താവും ചേർന്ന് ഭഗവാന്റെ നടയിൽ വെക്കുമ്പോൾ ദാമ്പത്യ കലഹം മാറി അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം, ശാന്തിയും സമാധാനവും ഒക്കെ ഭഗവാൻ പ്രാധാന്യം ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം വരാൻ വേണ്ടി വീട്ടുപേര്, അതായത് ഒരു വീട്, അതായത് നമ്മളൊരു വെള്ളിയുടെ ഒരു വീട് മേടിച്ചിട്ട് വീട് ഒരു 7 തവണ ഒഴിയുക. അതായത് വീടിൻ്റെ വെളിയിൽ നിന്നിട്ട് 7 തവണ ഒഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ദോഷങ്ങൾ സങ്കല്പിച്ച് അത് ഭഗവാന്റെ നടയിൽ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും. ഒപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന തൊഴിൽ തടസ്സം മാറാൻ വേണ്ടി ഭഗവാന് പഞ്ചാമൃത അഭിഷേകം എന്ന് നടക്കാം. ഒപ്പം നമ്മുടെ എന്ത് കാര്യമാണ് നമ്മൾ സാധിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പം നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരു പൂർത്തിയാക്കാൻ വേണ്ടി ഭഗവാന് അന്നത്തെ ദിവസം നമുക്ക് മാമ്പഴം കൊണ്ട് സമർപ്പിക്കാം. മാമ്പഴം സീസൺ ഉള്ള സമയത്താണെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇപ്പം കിട്ടുമെങ്കിൽ അത് ഭക്തജനങ്ങൾക്ക് കൊണ്ടുപോക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള എന്ത് ഐറ്റംസും അത് ഭക്തജനങ്ങളുടെ മനസ്സിൽ വരുന്ന കണക്കാണ്. അത് ഈ പറയുന്ന പോലെ ഭഗവാന് അന്ന് കൊണ്ട് സമർപ്പിച്ച് നമുക്ക് വെക്കാം. ഒപ്പം തന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നടന്നുകൊണ്ട് കാവടി ഈ പറയുന്ന പോലെ നമ്മൾ നേർച്ച ഉണ്ടെങ്കിൽ എടുക്കാം. കാവടിക്ക് അതുപോലെ തന്നെ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. കാവടി എടുക്കുന്ന അമ്മമാര് ധൈര്യമായിട്ട് എല്ലാ ആഹാരവും കഴിച്ച് കാവടി എടുക്കാം. കാരണം ഗുളിക കഴിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരനെ വേണ്ടി ഗുളികകളും മരുന്നുകളും ഉപേക്ഷിച്ച് കാവടി എടുക്കുന്നത് പിന്നീട് വലിയൊരു പ്രശ്നം ഉണ്ടാകും. അങ്ങനെ അമ്മമാരൊക്കെ കാവടി എടുക്കുന്നുണ്ടെങ്കിൽ കാവടി എടുക്കുന്ന ഇപ്പുറം തന്നെ ധൈര്യമായിട്ട് ഈശ്വരനെ വിശ്വസിച്ച് തന്നെ ഫുഡും വെള്ളമൊക്കെ ധാരാളം കുടിച്ചിട്ട് വേണം കാവടി എടുക്കാൻ. അല്ലാതെ വെള്ളം കുടിച്ചാൽ ദോഷമാണ്, ആഹാരം കഴിച്ചാൽ ഈശ്വരൻ പിണങ്ങുന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നമ്മൾ മാത്രം നോക്കുക, അല്ലാതെ ഈശ്വരൻ നമ്മുടെ ശരീരം നോക്കത്തില്ല. അപ്പം ഇങ്ങനെ വ്രതം എടുക്കുന്ന അമ്മമാർ, ഗുളിക കഴിക്കുന്ന അമ്മമാർ എല്ലാ വിധത്തിലുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കുക. ഫുഡെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ വ്രതമാകുമ്പോഴത്തേക്ക് നമ്മൾ അറിയില്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മമാർ കഴിക്കുക. ആഹാരവും വെള്ളവും കുടിച്ചതിന് ശേഷം മാത്രം കാവടി എടുക്കുക. അവിടെ എന്തെങ്കിലും ക്ഷീണങ്ങളോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക. അല്ലാതെ ഈശ്വരൻ ദേഹത്ത് കൂടി എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. അങ്ങനെ ഒരു ഈശ്വരന്മാരും ദേഹത്ത് കൂടില്ല. നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു ഊർജ്ജം മാത്രമാണ് ഈശ്വരൻ തരുന്നത്. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ഇടുമ്പസ്വാമിയുടെ അനുഗ്രഹങ്ങളാണ് നമ്മൾ കാവടി സമയത്ത് കണ്ടുവരുന്നത്. അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ കാവടി എടുക്കുന്ന അമ്മമാരെ എന്തായാലും വയറ് നിറച്ച് ഫുഡും വെള്ളവും കുടിച്ചതിന് ശേഷം മാത്രം കാവടി എടുക്കുക. പിന്നെ തൈപ്പൂയ ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാനാണ്. പാലഭിഷേകം ചെയ്യാം, ഭസ്മാഭിഷേകം ചെയ്യാം, പഞ്ചാമൃതാഭിഷേകം ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഭഗവാൻ നമുക്ക് കരിക്ക് കൊണ്ട് കൊടുക്കാം. ഉടയാടകൾ കൊണ്ട് കൊടുക്കുന്ന ഭക്തജനങ്ങൾ തലേദിവസം കൊണ്ട് ഉടയാട കൊടുക്കുക. അപ്പം തൈപ്പൂയ ദിവസത്തെ എല്ലാവർക്കും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രേക്ഷകർക്ക് അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറുപടി ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. നമസ്കാരം.